നമസ്കാരം. ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം. ഔട്ട് ഓഫ് ഫോക്കസിൻ്റെ എപ്പിസോഡുകൾ മിസ്സാവാതെ കാണാൻ നിങ്ങൾക്ക് മീഡിയ വൺ ചാനലിൻ്റെ യൂട്യൂബ് പേജും ഒപ്പം ഫേസ്ബുക്കും ഫോളോ ചെയ്യാവുന്നതാണ്. ഇപ്പോഴത്തെ എപ്പിസോഡുകളും തുടർന്നുള്ള എപ്പിസോഡുകളും പഴയ എപ്പിസോഡുകളും കാണാൻ ഫോളോ ചെയ്യുന്നത് ഉറപ്പാക്കുക. നമ്മളിന്ന് സംസാരിക്കുന്ന 3 വിഷയങ്ങളിൽ ആദ്യത്തേത് ഈ കേരളത്തിലെ ഏറ്റവും സജീവമായ ചർച്ചാ വിഷയമായ കാഫർ സ്ക്രീൻഷോട്ടാണ്. ഇന്നലെ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട മിനിഞ്ഞാന്ന് തൊട്ട് കുറേ അപ്ഡേറ്റ്സ് വന്ന് നമ്മൾ കണ്ടതാണ്. ലെഫ്റ്റുമായി ബന്ധമുള്ള സൈബർ ഗ്രൂപ്പുകളിലാണ് ഇത് ആദ്യം പ്രത്യക്ഷപ്പെട്ടതെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. അതിൽ തന്നെ DYFI നേതാവ് റിബേഷാണ് അതിൻ്റെ അവസാനത്തെ കണ്ണിയായിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. ഇനി തൊട്ടുപുറത്ത് എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തത്, ആരാണ് ഉണ്ടാക്കിയതെന്ന് കണ്ടെത്തണം. പക്ഷേ തനിക്ക് എവിടെ നിന്നാണ് കിട്ടിയെന്നുള്ള കാര്യം റിബേഷ് പറയുന്നില്ല. ഇന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ഈ കാര്യത്തിൽ റിബേഷ് മൗനം അവലംബിക്കുകയാണ്. പിന്നെ നിയമ നടപടി സ്വീകരിക്കും പോലെയുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇതിനകത്തൊരു പരമമായ പ്രശ്നമുള്ളത്, അതായത് ഷാഫി പറമ്പിലിൻ്റെ ആളുകൾ കാഫർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി. അതുകൊണ്ട് ഷാഫി രാജ്യത്തെ ഏറ്റവും വലിയ വർഗീയവാദിയാണ് നിലയ്ക്ക് അദ്ദേഹത്തിനെതിരെ വലിയൊരു ക്യാമ്പയിൻ CPM നടത്തിയതാണ്. ആ CPM ഇതിപ്പോഴും ഷാഫി പറമ്പിൽ തന്നെ ഉണ്ടാക്കിയതാണ്, ഷാഫി വർഗീയവാദിയാണ് എന്ന പൊസിഷനിൽ നിൽക്കുന്നുണ്ടോ, അതോ ആ പൊസിഷൻ പിൻവലിച്ചിട്ടുണ്ടോ, അവർക്ക് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംശയമുണ്ടോ, ഇതിൻ്റെ ജെനുവിനിറ്റിയിൽ അവർക്ക് ഇഷ്യൂ ഉണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തുമോ? മുമ്പ് അവരെടുത്തിട്ടുള്ള ഒരു പ്രചാരണ മുദ്രാവാക്യമോ അല്ലെങ്കിൽ അതിന് സ്വീകരിച്ച ഒരു മാർഗമോ തെറ്റിപ്പോയെന്ന് പറയുമോ, അതോ അതിൽ തന്നെ തുടരുന്നില്ല എന്ന് വ്യക്തത വരുത്തുമോ? അപ്പോൾ ഈ വന്നിട്ടുള്ള അപ്ഡേറ്റ്സിനോടുള്ള പ്രതികരണം എന്താണ്, പോലീസ് റിപ്പോർട്ടിനുള്ള പ്രതികരണം എന്താണ്, എന്തുകൊണ്ടാണ് അന്വേഷണം വായിക്കുന്നത് പോലുള്ള കാര്യങ്ങൾ CPM ഒരു മറുപടി പറയേണ്ടതില്ലേ? കാരണം ഇത്ര വലിയ വിഷയത്തിൽ നമ്മൾ അതാദ്യം സംസാരിക്കുകയാണ്. ദിവസം എന്താണ് തോന്നുന്നത്, CPMനകത്ത് എന്തുമാത്രം വലിയ റെസ്പോൺസിബിലിറ്റിയുടെ മുമ്പിലാണ് നിൽക്കുന്നത് തോന്നുന്നു? നോക്കൂ, അങ്ങനെ ഒരു അതിഗുരുതരമായൊരു കാര്യമാണ് ഇതൊന്നും CPMോ DYFIയോ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള പ്രതികരണങ്ങളിൽ നിന്ന് തോന്നുന്നത്. എന്ന് വെച്ചാൽ ഇന്നലെ ചീഫ് മിനിസ്റ്ററോട് ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത്, ഞാൻ പത്രത്തിൽ അങ്ങനെ കണ്ടു, നോക്കട്ടെ വരട്ടെ എന്നാണ് പറഞ്ഞത്. ഇന്ന് പാർട്ടി സെക്രട്ടറിയും ഇപ്പോൾ പ്രതികരിക്കുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പ്രതികരിച്ചിട്ടുണ്ട് DYFIയുടെ ജില്ലാ കമ്മിറ്റി ഇന്നലെ ഔദ്യോഗികമായ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അവരുടെ സെക്രട്ടറി PC ഷൈജു ആണ് പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. ആ പ്രസ്താവനയുടെ തലക്കെട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കാഫിർ പ്രയോഗം തെറ്റായ പ്രചരണം നടത്തുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതാണ്. അപ്പോൾ അവരുടെ ഫോക്കസ് എന്താണ്? ഇത്രയും ഗുരുതരം എന്ന് പറഞ്ഞാൽ പച്ചവെള്ളത്തെ ആസിഡാക്കാൻ മാത്രം കെൽപ്പുള്ള വിഷമാണിത്. ഒരു നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ള അങ്ങേറ്റം ഹീനമായ വിഷലിപ്തമായ കൊടിയ വർഗീയ പ്രചാരണത്തിന് നേതൃത്വം കൊടുത്തത് CPMും DYFIയൊക്കെയും ബന്ധപ്പെട്ട ആളുകളാണ് എന്നാണ് പുറത്തു വന്നിരിക്കുന്നത് വെച്ചാൽ പോലീസിൻ്റെ റിപ്പോർട്ടാണ്. ഇത് എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തത് എന്നതിനെക്കുറിച്ചിട്ടുള്ള പോലീസിൻ്റെ കൃത്യമായ സമയം വെച്ചുകൊണ്ട്, ആദ്യം റെഡ് ബറ്റാലിയൻ, പിന്നെ റെഡ് എൻകൗണ്ടർ, അമ്പാടിമുക്ക്, പോരാളി ഷാജി, അതിൽ ആരാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്, അവരുടെ പേര്, അവരുടെ അച്ഛൻ്റെ പേര്, പോസ്റ്റ് ചെയ്തിരിക്കുന്ന സമയം. അപ്പോൾ അതിങ്ങനെ പുറകോട്ട് പോകുമ്പോൾ പോലീസിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഇപ്പോൾ എത്തിയിരിക്കുന്ന അവസാനത്തെ കണ്ണി ആരാണ്? റിബേഷ് രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആൾ, രാധാകൃഷ്ണനോ രാമകൃഷ്ണനോ? രാമകൃഷ്ണൻ. ഈ പറയുന്ന അദ്ദേഹം DYFIയുടെ മേഖലാ പ്രസിഡൻ്റാണ്. അവിടുത്തെ മാപ്പിള LP സ്കൂളിലെ അധ്യാപകനാണ്. ഒരു അധ്യാപകനും LP സ്കൂളിലെ അധ്യാപകൻ, DYFIയുടെ മേഖലാ പ്രസിഡൻറ്റ്. അപ്പോൾ അതേക്കുറിച്ച് പോലീസ് റിപ്പോർട്ട്, ഈ ഹൈക്കോടതിയിൽ പോലീസ് കൊടുത്ത റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് കേട്ടോ, ഇത് സമുദായ വിദ്വേഷം ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാക്കിയ പോസ്റ്റാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന എല്ലാവരെയും ഇതിൽ സാക്ഷികളായിട്ടാണ് വെച്ചിരിക്കുന്നത്. അത് ഇതിൽ ഭൂലോക തമാശയാണ്. സമുദായ വിദ്വേഷവും കുഴപ്പവും ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ട് തയ്യാറാക്കിയ ഒരു സ്ക്രീൻഷോട്ടിനെ കുറിച്ച് പോലീസ് റിപ്പോർട്ട് തന്നെ പറയുന്നു. പക്ഷേ അത് പ്രസരിപ്പിച്ച ആളുകളെല്ലാവരും ഇതിൽ സാക്ഷികളായി നിൽക്കുകയാണ്. അപ്പോൾ പോലീസ് റിപ്പോർട്ട് പറയുന്നു, അദ്ദേഹം പറയുന്നില്ല, ഈ റിബേഷ് പറയുന്നില്ല എവിടെ നിന്നാണ് തനിക്കിത് കിട്ടിയത് എന്ന് റിബേഷ് പറയുന്നില്ല. അത് പോലീസിൻ്റെ ദുര്യോഗം. ഈ കാലത്ത് അത് റിബേഷിന് അത് കണ്ടെത്താൻ പോലീസിന് സാധിക്കുന്നില്ല എന്നുള്ളത് നമ്മളൊക്കെ വിശ്വസിക്കുക. പക്ഷേ ഈ പറയുന്ന മഹത്തായ പാർട്ടി ഉണ്ടല്ലോ, പാർട്ടിക്കൊന്ന് ചോദിച്ചൂടെ, സഖാവേ നിനക്ക് എവിടെ നിന്നാണ് ഇത് കിട്ടിയത്? ഈ പറയുന്ന ടെലിവിഷൻ ചർച്ചകളിൽ പാർട്ടിയെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി വന്ന് സംസാരിക്കുന്ന ആളുകളൊന്നും അതേക്കുറിച്ച് പറയുന്നില്ല. സഖാവിന് ഇത് എവിടെ നിന്ന് കിട്ടി? എന്നാൽ പാർട്ടിയെ രക്ഷപ്പെടുത്താലോ, ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല, അല്ലെങ്കിൽ ഇത് ഇന്ന ഒരു UDFകാരുടെ ഇന്ന ഒരു ഫാമിലി ഗ്രൂപ്പിൽ കണ്ടിട്ട് അവിടുന്ന് ഒരാൾ അയച്ചു തന്നാണ്, അല്ലെങ്കിൽ ഇങ്ങനെ അത് പറഞ്ഞാൽ മതിയല്ലോ. അതും പറയുന്നില്ല. അപ്പോൾ DYFIയുടെ പ്രസ്താവന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത്
ഇങ്ങനെ ഈ വാർത്ത പുറത്തു വന്നതോടുകൂടി ഡിവൈഎഫ്ഐ നേതാക്കൾക്കെതിരെ തെറ്റായ പ്രചാരണം സാമൂഹ്യ മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തി വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ്. ഈ കള്ളപ്രചരണം പൊതുസമൂഹം തള്ളിക്കളയണമെന്നും തെറ്റായ പ്രചരണം നടത്തുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും ഡിവൈഎഫ്ഐ കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെടുന്നു. അപ്പോൾ ഇതേക്കുറിച്ച് അവർക്ക് ഒരു ആധിയുമില്ല, ഒരു വേവലാധിയുമില്ല. തങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു സഖാവ്, ഒരു മുൻനിര പ്രവർത്തകൻ, ഒരു LP സ്കൂൾ അധ്യാപകനായിട്ടുള്ള ആൾ ഈ വർഗീയ പ്രചാരണത്തിൻ്റെ നേതൃസ്ഥാനത്ത് വന്ന് നിൽക്കുന്നു, അല്ലെങ്കിൽ അത് ഒറിജിനേറ്റ് ചെയ്തത് അവിടെ നിന്നാണ് എന്നത് ഔദ്യോഗികമായ പോലീസ് റിപ്പോർട്ടിൻ്റെ, കോടതിക്ക് മുമ്പാകെ കൊടുത്തുള്ള പോലീസ് റിപ്പോർട്ടിൻ്റെ ഭാഗമായി വന്നിട്ട് അതേക്കുറിച്ച് ഒരക്ഷരം അവർ പറയുന്നില്ല. ഞങ്ങളുടെ സഖാവിനോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട് എന്നവർ പറയുന്നില്ല. അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്, അതില്ല. അങ്ങനെയൊന്നുമില്ല. തങ്ങൾക്ക് തെറ്റുപറ്റി, അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ സഖാവിന് തെറ്റുപറ്റി എന്നും പറയുന്നില്ല. അവർ ഒരേ ഒരു കാര്യമാണ് അവർ പറയുന്നത്. എന്താണ്? ഞങ്ങളുടെ നേതാക്കന്മാർക്കെതിരെ പ്രചാരണം നടത്തിയാൽ നിയമ നടപടി സ്വീകരിക്കും എന്ന് പറഞ്ഞാൽ ഈ പാർട്ടി ഈ തെറ്റ് തിരുത്താൻ പോകുന്നില്ല എന്നുള്ളതാണ്. അവരെ സമ്മതിക്കാൻ പോകുന്നില്ല. ഞങ്ങൾ ഈ പരിപാടി ഇനിയും തുടർന്നുകൊണ്ടിരിക്കുന്നതാണ് അതിൻ്റെ മറ്റൊരർത്ഥം. ഇത് തുടർന്ന് നമ്മൾ കണ്ടല്ലോ, മാഷാ അള്ളയിൽ തുടങ്ങിയതാണ്. ഇതേ മേഖലയിൽ, ഇതേ വടകരയിലാണ് അതുണ്ടായത്. ഞാൻ പറയുന്നത്, മാഷാ അള്ളാ സ്റ്റിക്കറിൻ്റെ കാര്യത്തിൽ കേരളീയ സമൂഹം ജാഗ്രത കാണിച്ചിരുന്നെങ്കിൽ, രാഷ്ട്രീയമായ, സാമൂഹികമായ, നിയമപരമായ ജാഗ്രത കാണിച്ചിരുന്നെങ്കിൽ വീണ്ടും ഇത് ആവർത്തിക്കില്ലായിരുന്നു. കാരണം TP ചന്ദ്രശേഖരൻ കൊലക്കേസിൽ കൊലക്കുറ്റവും ഗൂഢാലോചന കുറ്റവും വധപ്രേരണ കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത്. അവിടെ 153A-യും 295-ഉം നിശ്ചയമായും ഏർപ്പെടുത്താവുന്ന ഒരു കുറ്റകൃത്യം കൂടിയായിരുന്നു അത്. കാരണം മാഷാ അള്ളാ എന്ന് പറയുന്ന ഒരു സ്റ്റിക്കർ, ഒരു മതസമൂഹം സവിശേഷമായി ഉപയോഗിക്കുന്ന ഒരു പ്രാർത്ഥനാ വാചകം, അതുപയോഗിച്ചതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പാർട്ടി ചാനൽ വാർത്ത ചെയ്തുകൊണ്ട് നടത്തിയ ഒരു ഏർപ്പാട് കൂടിയാണ്. പക്ഷേ അതിനെ വേണ്ട വിധം കേരളീയ സമൂഹം വിചാരണ ചെയ്തിട്ടില്ല. വിചാരണ ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ വേറെ പരിശോധിക്കണം. അപ്പോൾ അതേ സംഗതി തന്നെയാണ് ആവർത്തിച്ചിരിക്കുന്നത്. ആവർത്തിച്ചതിൻ്റെ അതിലെ വിഡ്ഢിത്തങ്ങളൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞു. എന്ന് വെച്ചാൽ ഈ കിളിച്ചുണ്ടൻ മാമ്പഴത്തിലെ ഡയലോഗ് ഉണ്ടല്ലോ, അതേ മട്ടിൽ സംസാരിക്കുകയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ജനതയാണിതെന്ന് വിചാരിച്ച് എന്താണ് മുസ്ലിങ്ങൾ എന്താണ് പരസ്പരം സംസാരിക്കുന്നതെന്ന് പോലും അറിയാത്ത വിഡ്ഢികളാണ് ഈ പണി ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു CPM-ൻ്റെ പ്രധാനപ്പെട്ട ഒരു സഖാവ്, മുസ്ലിം കമ്മ്യൂണിറ്റിപ്പെട്ട ആളാണ്. എന്തെങ്കിലും ഒരു ക്ലൂ പറഞ്ഞ ആളുകൾക്ക് മനസ്സിലായി, അതുകൊണ്ട് പറയുന്നില്ല. അദ്ദേഹം പങ്കുവച്ചൊരു തമാശയുണ്ട്. ഈ മുഹറത്തിന് പുള്ളിക്കൊരു മെസ്സേജ് വരികയാണ് വേറൊരു സഖാവിൻ്റെ, ഈദ് മുബാറക്ക്. ഇങ്ങനെ ഈ കമ്മ്യൂണിറ്റിയെ മനസ്സിലാക്കിയിട്ടുള്ള മഹാന്മാരായിട്ടുള്ള നേതാക്കന്മാർ, അവരുടെ മനസ്സിൽ നിന്നാണ് ഈ ജാതി സ്ക്രീൻഷോട്ടുകൾ ഉണ്ടാകുന്നത്. ഇവരൊരു തെരഞ്ഞെടുപ്പ് കാലം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് സംസാരിക്കുക എന്ന് വിചാരിച്ച് തയ്യാറാക്കുന്നതാണ്. അപ്പോൾ ഇത് CPM തിരിച്ചറിയുന്നില്ലെങ്കിൽ അത് വലിയ കഷ്ടത്തിലേക്കാണ് പോകുന്നത്. എനിക്കതിൽ വ്യക്തിപരമായ ഒരു സങ്കടം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ വാറിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഈ സംഗതി ചെയ്യുന്നത്. വടകര ലോക്സഭാ മണ്ഡലത്തിൽ CPM-ൻ്റെ LDF-ൻ്റെ സോഷ്യൽ മീഡിയ വിഭാഗത്തിൻ്റെ ചുമതല KT കുഞ്ഞിക്കണ്ണനാണ്. എനിക്ക് വ്യക്തിപരമായി ഭയങ്കര ബഹുമാനമുള്ളൊരു മനുഷ്യൻ. ബഹുമാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ കോളേജിൽ പഠിക്കുന്ന കാലത്ത് നമ്മുടെ ഒരു സാമൂഹിക രാഷ്ട്രീയ ചിന്തയെ രൂപപ്പെടുത്തുന്നതിൽ പങ്കുവഹിച്ച ഒരാളായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. ഇപ്പോൾ കോഴിക്കോട് വൈകുന്നേരം കോഴിക്കോട് വരും, അവിടെ സെൻട്രൽ ലൈബ്രറി, മാനാഞ്ചിറയിൽ സെൻട്രൽ ലൈബ്രറിയിൽ ഇരുന്ന് വായിക്കുക, ഒന്നുകിൽ വായിക്കുക, അല്ലെങ്കിൽ അവിടെ മിക്ക ആഴ്ചകളും KT കുഞ്ഞിക്കണ്ണൻ്റെ പ്രഭാഷണം ഉണ്ടാവും. പ്രഭാഷണം എന്ന് പറഞ്ഞാൽ ലോകത്തെ എല്ലാ പ്രശ്നങ്ങളെക്കുറിച്ചും അദ്ദേഹം 2 മണിക്കൂറൊക്കെ ഒരു നോട്ട് പോലും ഇല്ലാതെ അന്ന് യുവജനവേദിയുടെ നേതാവാണ്. ഇത്ര മനോഹരമായി പ്രസംഗിക്കുന്ന ഒരാൾ. ഞാൻ വ്യക്തിപരം എൻ്റെ ചിന്തകളെ ആശയങ്ങൾ രൂപപ്പെടുന്നതിൽ പങ്കുവഹിച്ച ഒരു ധിഷ്ണാശാലിയായ രാഷ്ട്രീയ പ്രവർത്തകനാണ്. അദ്ദേഹമാണ് അവിടുത്തെ ഈ സോഷ്യൽ മീഡിയ വാർ റൂമിൻ്റെ ചുമതല ഉണ്ടായിരുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയ വാറിൻ്റെ ഭാഗമായിട്ടാണ് ഈ സംഗതി ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ അദ്ദേഹം ഒരു ചാനൽ ചർച്ചയിൽ ഇരുന്നിട്ട് അദ്ദേഹത്തിന് വാക്കുകൾ കിട്ടുന്നില്ല. അപ്പം ഞാൻ പറയുന്നത്, CPM-ൽ ഇങ്ങനെയുള്ള മനുഷ്യന്മാരുണ്ടല്ലോ, അവരെയും ഈ ജാതി വൃത്തികേടുകൾക്കെതിരെ, വർഗീയതക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന CPM-കാരായ CPM അനുഭാവികളായിട്ടുള്ള എത്രയധികം മനുഷ്യരുണ്ട്. അവരെയും പ്രയാസപ്പെടുന്ന ഒരു കാര്യമല്ലേ ഇത്. അപ്പോൾ അവർക്കെങ്കിലും ഒരു സമാധാനം ഉണ്ടാകുന്ന തരത്തിൽ ഇതിനോട് റെസ്പോണ്ട് ചെയ്യാൻ CPM-ന് ഉത്തരവാദിത്തമില്ലേ? DYF എന്താ ചെയ്യുന്നത്? ഞങ്ങളുടെ നേതാക്കന്മാർക്കെതിരെ പറഞ്ഞ നിയമ നടപടി സ്വീകരിക്കുന്നതാണ്. ഈ തുണിയുരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് പോലും
ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ ആ പാർട്ടി സന്നദ്ധമാവുന്നില്ല, ആ പ്രസ്ഥാനം സന്നദ്ധമാവുന്നില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് തെറ്റ് തിരുത്താൻ സാധ്യമല്ല. തെറ്റ് തിരുത്തണമെങ്കിൽ തങ്ങൾ ചെയ്ത തെറ്റെന്താണ് എന്നവർ മനസ്സിലാക്കണം. അതിനവർക്ക് സാധിക്കുന്നില്ല. CPM-നെ സംബന്ധിച്ച് ഇത് അഡ്മിറ്റ് ചെയ്യുക, അതിനുശേഷം ഞങ്ങൾക്ക് പറ്റിപ്പോയെന്നൊക്കെ പറയാൻ എന്തുമാത്രം ബുദ്ധിപരമായിരിക്കുന്നതായിരിക്കും അവർ വിചാരിക്കുന്നുണ്ടാവുക? നിലവിൽ അഡ്മിറ്റ് ചെയ്യാത്തതിന് കാരണമുണ്ട്. കാരണം ഈ പോലീസ് റിപ്പോർട്ട് പറയുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ ദാവസായോട് പറഞ്ഞു പറയാം, ഇത് പ്രചരിപ്പിച്ച ആളുകളൊന്നും ഈ കേസിൽ പ്രതികളല്ല. അതിൽ വലിയ തമാശ, ഈ റിപ്പോർട്ട് തുടങ്ങുമ്പോൾ തന്നെ പറയുന്നുണ്ട് 2 കേസുണ്ട്. ഒരു കേസ് മുഹമ്മദ് ഖാസിം എന്ന് പറയുന്ന മുസ്ലിം ലീഗുകാരനെതിരെ കേസ്, അതിൽ അദ്ദേഹം പ്രതിയാണ്. മറ്റൊരു കേസുണ്ട്, ആ കേസ് നമ്പർ പറഞ്ഞിട്ട് അതിൽ അദ്ദേഹം വിക്റ്റിമാണ്. അപ്പോൾ ഈ വിക്റ്റിമിനെ പറ്റിയും മറ്റേ കേസിലെ പ്രതിയെ പറ്റിയും പറയുന്നുണ്ട്. പക്ഷേ രണ്ടാമത്തെ കേസിലെ പ്രതികളെ പറ്റി ഒരു പരാമർശം റിപ്പോർട്ടിലില്ല, കാരണം അതിൽ പ്രതികൾ ഇല്ല. അപ്പോൾ നിലവിൽ പോലീസ് ഇൻട്രോഗേറ്റ് ചെയ്തിട്ടുള്ള ആളുകൾ അവരെയൊക്കെ അതിൽ സാക്ഷിയായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരാളുടെ കയ്യിൽ നിന്ന് ഫോൺ സീസ് ചെയ്യുന്നു, അതായത് റിബേഷിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ സീസ് ചെയ്ത് അത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. അതിൻ്റെ അവസാന കണ്ണി റിബേഷാണ്. എന്നിട്ടും അദ്ദേഹം ആ കേസിൽ പ്രതിയല്ല. കാരണം അദ്ദേഹമാണോ അത് നിർമ്മിച്ചത് എന്നുള്ളതാണ്. അദ്ദേഹമാണോ അത് നിർമ്മിച്ചതെന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുള്ളത്. അപ്പോഴും അദ്ദേഹം പ്രതിയല്ല, അതിൽ സാക്ഷിയാണ്. പ്രതി ചേർക്കാവുന്ന വകുപ്പുണ്ട് അതിൽ. വ്യാജമായ ഒന്ന് അദ്ദേഹം ഷെയർ ചെയ്തുകൊണ്ട് ഈ വർഗീയ പ്രചാരണത്തിന് തുടക്കം കുറിച്ചല്ലോ. തൃക്കാക്കരയിൽ ജോ ജോസഫിൻ്റെ ഒരു വീഡിയോ പ്രചരിപ്പിച്ച ആൾക്കാരെ പ്രതിയാക്കി കേസെടുത്ത് അറസ്റ്റ് ചെയ്തിരുന്നു. അത് അദ്ദേഹം ആ വീഡിയോ അദ്ദേഹം നിർമ്മിച്ചതല്ല, അത് പ്രചരിപ്പിച്ചതിനാണ് കേസ് അറസ്റ്റ് ചെയ്തത്. ഇതും പ്രചരിപ്പിച്ചതാണ് കേസ്, പക്ഷേ പ്രതിയല്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്നലെ വടകര റൂറൽ SP സ്ഥലം മാറ്റിയിരുന്നു. ഈ റിപ്പോർട്ട് പുറത്തു വന്നത്, റിപ്പോർട്ട് ഡോക്യുമെൻ്റാണ്, കോടതിയുടെ കൈവശമുള്ള സാധനമാണ്, ഡോക്യുമെൻ്റാണ്. വടകര റൂറൽ SP എന്തിനാണ് ഈ സ്ഥലം മാറ്റിയിട്ടുണ്ടാവുക? അദ്ദേഹം റൂറൽ SP അന്വേഷണ ഉദ്യോഗസ്ഥനല്ല, അന്വേഷണ ഉദ്യോഗസ്ഥൻ വേറെ ആളാണ്, അവിടുത്തെ ഒരു സ്റ്റേഷൻ ഇൻചാർജ് ആയിരിക്കും. SP സ്ഥലം മാറ്റിയത് എന്തിനായിരിക്കും? അപ്പോൾ പുതിയ SP വരും ഇനി. അപ്പോൾ ഇതെല്ലാം വളരെ ഓർക്കസ്ട്രേറ്റഡ് ആണ്. അതായത് ഇന്ന് ഈ DYFIയുടെ പ്രസ്താവന പുറത്തു വരുന്നത് എന്തുകൊണ്ടാണ്? ഇത് DYFI മാത്രമായി ചെയ്തൊരു കാര്യമല്ലല്ലോ. അവിടെ LDFിൻ്റെ സംവിധാനമായി പ്രവർത്തിച്ച എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാവാനാണ് ഇത് സാധ്യത. അന്ന് എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് ഇത്. കുറഞ്ഞ പക്ഷേ അവരല്ല ഉണ്ടാക്കിയതെങ്കിലും ഇങ്ങനൊരു സംഭവം പ്രചരിക്കുന്നുണ്ട്, ഇത് പ്രചരിപ്പിക്കപ്പെടുന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ സ്ക്രീൻഷോട്ട് വിവാദം വരുന്നതിന് തൊട്ട് തലയാഴ്ചയാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ വടകര ഒരു സ്വകാര്യ ഹോട്ടലിൽ തെരഞ്ഞെടുപ്പ് അവലോകന യോഗം ചേർന്നത്. അതിൻ്റെ പിറ്റേ ആഴ്ചയാണ് ഈ സ്ക്രീൻഷോട്ട് പ്രചരിക്കുന്നത്. അപ്പോൾ എന്താണ് ഗ്രൗണ്ടിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ അറിയാവുന്ന ആളുകൾ തന്നെയാണ് ഈ LDFിലുള്ള ആളുകൾ. എൻ്റെ ക്വസ്റ്റ്യൻ, എന്തിനാണ് റൂറൽ SP എന്നുള്ള സ്ഥലം മാറ്റിയതെന്നുള്ളതാണ്. അപ്പോൾ പുതിയ റൂറൽ SP വരികയും ഇനിയുള്ള അന്വേഷണം കോടതിക്ക് റിപ്പോർട്ട് കൊടുക്കണം. ഈ അന്വേഷണത്തിൽ പറയും ഇത് കണ്ടെത്താനായിട്ടില്ല, ഇതിൻ്റെ ഉറവിടം കണ്ടെത്താനായിട്ടില്ല. ഈ റിപ്പോർട്ടിൽ ഏറ്റവും തമാശയുള്ള കാര്യം, റിബേഷിനെ ചോദ്യം ചെയ്തു. അപ്പോൾ റിബേഷിനെ ചോദ്യം ചെയ്തപ്പോൾ ഇത് എവിടെ നിന്നാണെന്ന് അറിയില്ല എന്നല്ല റിബേഷ് പറഞ്ഞത്. നമ്മൾ ആ വരികൾ ശ്രദ്ധിച്ചു വായിക്കണം. എനിക്കത് വെളിപ്പെടുത്താൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. ഇതെനിക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് വെളിപ്പെടുത്താൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. അല്ലാണ്ട് ഏതെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പിൽ കിട്ടിയത് ഞാൻ മറന്നുപോയെന്നോ അല്ലെങ്കിൽ എൻ്റെ ഫോണിൽ കണ്ടത് ഞാൻ അതിൻ്റെ സോഴ്സ് എവിടെയാണെന്ന് എനിക്ക് അറിയില്ല എന്നല്ല പറഞ്ഞത്. എനിക്ക് വെളിപ്പെടുത്താൻ കഴിയില്ല എന്ന് ഒരു കേസിലെ സാക്ഷി പോലീസിന് മൊഴി കൊടുക്കുകയാണ്. അത് മൊഴി കൊടുക്കാന്ന് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുകയല്ലേ, അതിൽ പ്രത്യേകം പറഞ്ഞ് ഇൻട്രോഗേഷൻ എന്ന വാക്കാണ് പറയുന്നത്. ചോദ്യം ചെയ്യുകയാണ് ചെയ്തത്, ഈ സാക്ഷിയെ ചോദ്യം ചെയ്യുകയാണ് ചെയ്തത്. ചോദ്യം ചെയ്തപ്പോൾ ഈ സാക്ഷി പറയുകയാണ്, എനിക്ക് ചില വിവരങ്ങൾ പറയാൻ പറ്റില്ല, എനിക്ക് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് പറയാൻ പറ്റില്ല എന്നാണ് ഈ റിപ്പോർട്ടിൽ എഴുതി വെച്ചിട്ടുള്ളത്. ഇതിൽ നമ്മളെന്താ മനസ്സിലാകേണ്ടത്? അരിയാകാൻ കഴിയുന്ന ആൾക്ക് എന്താ മനസ്സിലാകേണ്ടത്? അപ്പോൾ അങ്ങനെ ഒരു പ്രിവിലേജ്, എനിക്ക് ചില കാര്യങ്ങൾ പറയാൻ പറ്റില്ല എന്ന് ഈ സാക്ഷികൾക്ക് പറയാനുള്ള പ്രിവിലേജ് നമുക്കൊക്കെ ഉണ്ടോ? നമ്മളെ പോലീസ് ചോദ്യം ചെയ്താൽ എനിക്കൊരു കാര്യം അറിയാം, എനിക്കത് പറയാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ? എനിക്കറിയില്ല. അപ്പോൾ ഏത് പോലീസാണിത് ചോദ്യം ചെയ്യുന്നതെന്നും ഇനി റൂറൽ SP മാറി പുതിയ റൂറൽ SP വരുമ്പോൾ ഈ അന്വേഷണത്തിൻ്റെ ഗതി എന്താവണമെന്നും നമുക്ക് കാത്തിരുന്ന് കാണാം. ഇത് ആളുകൾക്ക് മനസ്സിലാവും. ഇതിപ്പോൾ CPM അഡ്മിറ്റ് ചെയ്യാനാണ്, ഞങ്ങളാണ് ചെയ്യുന്നവർ അഡ്മിറ്റ് ചെയ്യുക, DYFI അഡ്മിറ്റ് ചെയ്യുക, ചെയ്യില്ല. ഇനി കേസ് അട്ടിമറിക്കുക എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ മുന്നിലൊരു സ്ട്രാറ്റജി. യെസ്. അപ്പോൾ അതിനെ മുൻനിർത്തിക്കൊണ്ട് UDF ക്യാമ്പിനെയും അവിടുത്തെ ഇപ്പോഴത്തെ MPയും ഒക്കെ വർഗീയവാദി എന്ന് വിളിച്ചിട്ടുള്ള നിലപാട് ഇപ്പോഴും തുടരുന്നുണ്ടോ എന്നെങ്കിലും പറയാൻ CPM-ന് ബാധ്യതയുണ്ട്.